അപ്രതീക്ഷിതമായി ഇടക്കാല തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതടക്കം 18 അടവും പയറ്റിയിട്ടും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനക്കിന് അടിതെറ്റി. 14 വർഷം ഭരിച്ച കൺസർവേറ്റീവുകളെ പുറത്താക്കി ലേബർ പാർട്ടി ഇതാ അധികാരത്തിലേറാൻ ഒരുങ്ങിക്കഴിഞ്ഞു. ചരിത്രത്തിലെ ഏറ്റവും വലിയ തിരിച്ചടിയുടെ ആഘാതത്തിലാണ് ടോറികൾ. പരാജയത്തിന്റെ ഉത്തരവാദിത്വം ഋഷി സുനക് ഏറ്റെടുത്തു കഴിഞ്ഞു. അതേസമയം 650 അംഗ പാർലമെന്റിൽ 400-ലേറെ സീറ്റുകൾ, അതായത് വൻ ഭൂരിപക്ഷത്തോടെ ലേബർ പാർട്ടി ഇതാ അധികാരമേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. പാർട്ടി നേതാവ് കീർ സ്റ്റാർമർ അടുത്ത ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാകുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ 2010-ൽ ഗോർഡൻ ബ്രൗണിന് ശേഷം ആദ്യമായി പ്രധാനമന്ത്രിയാകുന്ന ലേബർ പാർട്ടി നേതാവാകും സ്റ്റാർമർ. മറ്റൊരു കൗതുകം കൂടിയുണ്ട്. എന്താണെന്ന് വെച്ചാൽ നൂറ്റാണ്ടിനിടെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായവരിൽ ഏറ്റവും പ്രായം കൂടിയ ആളാണ് സ്റ്റാർമർ. ബ്രിട്ടീഷ് ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയായ ഋഷി സുനക്കിന് പിൻഗാമിയാകുന്നത് ഏറ്റവും പ്രായം കൂടിയ പ്രധാനമന്ത്രിയാകുന്നു എന്നത് ഒരു കൗതുകമാണ്. 2019-ലെ ലേബർ പാർട്ടിയുടെ തോൽവിക്ക് ശേഷം ജെറമി കോർബിനിൽ നിന്നാണ് സ്റ്റാർമർ പാർട്ടി നേതാവായി ചുമതല ഏറ്റെടുത്തത്. പരാജയത്തിൽ ആണ്ടുകിടന്ന ലേബർ പാർട്ടിക്ക് പുതുജീവനേകി മിന്നും വിജയം നേടിക്കൊടുത്ത സ്റ്റാർമർ ചില്ലറക്കാരനല്ല. 61-കാരനായ സ്റ്റാർമർ ബേസിക്കലി അഭിഭാഷകനാണ്. ബ്രിട്ടീഷ് പബ്ലിക് പ്രോസിക്യൂട്ടർ ആയിരുന്നു. തൊഴിലാളി വർഗത്തിന്റെ പ്രതിനിധി എന്നാണ് സ്റ്റാർമർ സ്വയം വിശേഷിപ്പിക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെ ഏതാണ്ട് ആ തരത്തിൽ തന്നെയായിരുന്നു. നിയമത്തിനും ക്രിമിനൽ നീതിന്യായ വ്യവസ്ഥയ്ക്കും സ്റ്റാർമർ നൽകിയ സേവനങ്ങൾ പരിഗണിച്ച് അന്തരിച്ച എലിസബത്ത് രാജ്ഞി പ്രത്യേക പദവി, സർ പദവി നൽകി അദ്ദേഹത്തെ ആദരിച്ചിരുന്നു. സറി ജില്ലയിലെ ഓക്സ്ഫഡിൽ ജനിച്ച സ്റ്റാർമറുടെ ബാല്യം അത്ര മെച്ചപ്പെട്ടതൊന്നുമായിരുന്നില്ല. മരപ്പണിക്കാരനായിരുന്നു പിതാവ്, അമ്മ ഒരു നഴ്സും. അപൂർവ രോഗം ബാധിച്ച് അമ്മയുടെ സംസാര ചലനശേഷിയൊക്കെ പൂർണ്ണമായി നഷ്ടപ്പെട്ടതോടെ കുടുംബം പടുദാരിദ്ര്യത്തിലായി. സ്റ്റാർമറുടെ 16 വയസ്സുവരെ ലോക്കൽ കൗൺസിലാണ് അദ്ദേഹത്തിന്റെ പഠന ഫീസൊക്കെ നൽകിയിരുന്നത്. പഠനത്തിൽ മിടുക്കനായ സ്റ്റാർമറാണ് കുടുംബത്തിൽ നിന്ന് ആദ്യമായി സർവകലാശാലയിൽ എത്തി പഠിക്കാൻ ഭാഗ്യം ലഭിച്ചയാൾ. ലീഡ്സിൽ നിയമബിരുദം നേടിയ അദ്ദേഹം പിന്നീട് പ്രശസ്തമായ ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ നിന്ന് മനുഷ്യാവകാശ നിയമത്തിൽ ബിരുദാനന്തര ബിരുദം നേടി. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട തടവുകാർക്ക് വേണ്ടി വാദിച്ചു വിജയിച്ചാണ് സ്റ്റാർമർ വക്കീലന്മാർക്കിടയിൽ പ്രശസ്തനായത്. 2008-ൽ ഇംഗ്ലണ്ടിന്റെയും വെയിൽസിന്റെയും പബ്ലിക് പ്രോസിക്യൂഷൻസ് ഡയറക്ടറായി. കരിയറിന്റെ തുടക്കം മുതലേ സ്റ്റാർമറിന് കൃത്യമായ രാഷ്ട്രീയ ആഭിമുഖ്യമുണ്ടായിരുന്നു. പക്ഷേ 52-ാം വയസ്സിൽ, അതായത് 2015-ലാണ് സ്റ്റാർമർ ആദ്യമായി ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. അന്നു മുതൽ 9 വർഷമായി ഹോൾബോൺ ആൻഡ് സെന്റ് പാൻക്രാസ് മണ്ഡലത്തിലെ MP ആയി തുടരുകയാണ് സ്റ്റാർമർ. 2019-ൽ ലേബർ പാർട്ടി കനത്ത തോൽവി നേരിട്ടതിന് പിന്നാലെ 2020-ൽ നടന്ന പാർട്ടിയുടെ ആഭ്യന്തര തിരഞ്ഞെടുപ്പിൽ നേതൃസ്ഥാനത്തേക്ക് മത്സരിച്ച് സ്റ്റാർമർ ജയിച്ചു. ആത്മവിശ്വാസത്തിന്റെയും പ്രതീക്ഷയുടെയും പുതിയ യുഗത്തിലേക്ക് ലേബർ പാർട്ടിയെ നയിക്കുമെന്ന് അന്ന് സ്റ്റാർമർ പറഞ്ഞിരുന്നു. ഇന്നിതാ ആ വാക്കുകൾ സത്യമായിരിക്കുകയാണ്. 2019-ലെ പരാജയത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട സ്റ്റാർമർ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ തുടക്കം മുതൽ ഒരേ ഒരു കാര്യമാണ് ആവർത്തിച്ചു പറഞ്ഞത്: മാറ്റത്തിനു വേണ്ടി വോട്ട് ചെയ്യുക. സുനകും സ്റ്റാർമറും നേർക്കുനേർ വന്ന ഇലക്ഷൻ ഡിബേറ്റിൽ ജനങ്ങളോട് സ്റ്റാർമർ ഇങ്ങനെ പറഞ്ഞു: ഈ തിരഞ്ഞെടുപ്പിൽ 2 കാര്യങ്ങളാണ് നിങ്ങൾക്ക് മുന്നിലുള്ളത്. ഒന്നുകിൽ അരാജകത്വം നിറഞ്ഞ രാജ്യത്തെ വിഭജിക്കുന്ന ഒരു ഭരണത്തിന് വോട്ട് ചെയ്യാം, അല്ലെങ്കിൽ മാറ്റത്തിനൊപ്പം നിന്ന് പുതിയൊരു അധ്യായം തുടങ്ങാം. ജനങ്ങൾ സ്റ്റാർമറെ കേട്ടു, വിശ്വസിച്ചു, അനുസരിച്ചു. ജനങ്ങൾ ഇതാ സംസാരിച്ചിരിക്കുന്നു. അവർ മാറ്റത്തിന് സജ്ജരാണ്. മാറ്റം ഇവിടെ തുടങ്ങുകയാണെന്നാണ് വിജയത്തിന് ശേഷം സ്റ്റാർമർ പ്രതികരിച്ചത്. അമ്മ ഒരു നഴ്സും ഭാര്യ വിക്ടോറിയ നാഷണൽ ഹെൽത്ത് സർവീസ് ജീവനക്കാരിയുമായതിനാലാകണം ബ്രിട്ടനിലെ സാധാരണ രോഗികൾക്ക് ഡോക്ടറെ കാണാൻ ആഴ്ചകളോളം കാത്തിരിക്കേണ്ടി വരുന്ന അവസ്ഥ സ്റ്റാർമറെ നന്നേ അലട്ടിയിരുന്നു. ഈ കാലതാമസവും ബുദ്ധിമുട്ടും ഒഴിവാക്കാൻ നാഷണൽ ഹെൽത്ത് സർവീസിന് കീഴിൽ പ്രത്യേക സൗകര്യം ഒരുക്കുമെന്നത് ലേബർ പാർട്ടിയുടെ പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനമാക്കി സ്റ്റാർമർ. ആയിരക്കണക്കിന് പുതിയ ഡോക്ടർമാർക്ക് പരിശീലനം നൽകുമെന്നും ഡോക്ടറെ നേരിട്ട് കാണാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും അതിന് അവസരം ലഭിക്കുമെന്നും ഉറപ്പു നൽകിയ വാഗ്ദാനവും ലേബർ പാർട്ടിക്കും സ്റ്റാർമർക്കും ജനവിശ്വാസം നേടിക്കൊടുത്തു. അനധികൃത കുടിയേറ്റക്കാരെ റുവാണ്ടയിലേക്ക് കടത്താനുള്ള സുനക് സർക്കാരിന്റെ നീക്കത്തെ അതിശക്തമായാണ് ലേബർ പാർട്ടി എതിർത്തത്. ഇത് ഇന്ത്യക്കാരടക്കമുള്ള കുടിയേറ്റ വോട്ടുകൾ പാർട്ടിയുടെ പെട്ടിയിലാക്കി. സ്വന്തം കുടുംബാംഗങ്ങളെ ബ്രിട്ടനിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ആയിരക്കണക്കിന് ഇന്ത്യക്കാർ സ്റ്റാർമർക്കൊപ്പം നിന്നതും വിജയത്തിൽ നിർണായകമായി. ഇന്ത്യൻ വംശജനായ ഋഷി സുനക്കിന് പകരമെത്തുന്ന ക്വീൻ സ്റ്റാർമർക്ക് ഇന്ത്യയോടുള്ള ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കും? ഇക്കൊല്ലം ആദ്യം ലണ്ടനിലെ കിങ്സ്ബറിയിലുള്ള ശ്രീ സ്വാമി നാരായണ ക്ഷേത്രത്തിൽ സ്റ്റാർമർ സന്ദർശനം നടത്തിയിരുന്നു. ബ്രിട്ടനിൽ ഹിന്ദു ഫോബിയയ്ക്ക് സ്ഥാനമില്ലെന്നാണ് അന്ന് അദ്ദേഹം അവിടെ കൂടിയ ഇന്ത്യക്കാരോട് പറഞ്ഞത്. കാശ്മീർ വിഷയത്തിൽ ഇന്ത്യ വിരുദ്ധ നിലപാട് സ്വീകരിച്ച ലേബർ പാർട്ടി മുൻ നേതാവ് ജെറമി കോർബിന്റെ നിലപാടുകളിൽ നിന്ന്
തുലോം വ്യത്യസ്തമായ ഒരു ആറ്റിറ്റ്യൂഡാണ് സ്റ്റാർമറിനുള്ളത്. പ്രവാസി ഇന്ത്യക്കാരുമായി പാർട്ടിയുടെ ബന്ധം മെച്ചപ്പെടുത്തിയത് സ്റ്റാർമറിന്റെ നേതൃത്വത്തിലാണ്. കഴിഞ്ഞ വർഷം നടത്തിയ പ്രസംഗത്തിലും ഇന്ത്യയുമായി അടുത്ത ബന്ധം പുലർത്താൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് സ്റ്റാർമർ വ്യക്തമാക്കിയിരുന്നു. സാമ്പത്തിക സുരക്ഷ, കാലാവസ്ഥാ വ്യതിയാനം, ആഗോള സുരക്ഷ തുടങ്ങിയ വിഷയങ്ങളിലെല്ലാം ഇന്ത്യയുമായി ചേർന്ന് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നും സ്റ്റാർമർ പറഞ്ഞിരുന്നു. സുനകിനെ പോലെ അത്രത്തോളം ജനശ്രദ്ധ പിടിച്ചുപറ്റിയ നേതാവല്ല സ്റ്റാർമർ. പക്ഷേ ഭരണവിരുദ്ധ വികാരത്തെ വോട്ടാക്കി മാറ്റാൻ അദ്ദേഹത്തിന് കൃത്യമായി കഴിഞ്ഞു. ഒരേ സമയം വ്യാവസായിക പുരോഗതിയും തൊഴിലാളികളുടെയും സാധാരണക്കാരുടെയും ക്ഷേമവും ഉറപ്പുവരുത്തുന്ന ഒരു സാമ്പത്തിക നയമാണ് ലേബർ പാർട്ടിയും സ്റ്റാർമറും തിരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വെച്ചത്. അത് യാഥാർത്ഥ്യമാക്കി ജനങ്ങൾ അർപ്പിച്ച വിശ്വാസം കാത്തുസൂക്ഷിക്കാൻ സ്റ്റാർമറിന് കഴിയുമെന്നാണ് ലോകം പ്രതീക്ഷിക്കുന്നത്. ഞങ്ങളുടെ കൂടുതൽ വാർത്തകൾ നിങ്ങളിലേക്ക് എത്തിച്ചേരാനായി സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക.